അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആദ്യം രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്യേണ്ടതിന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പട്ടിയാല പാൻറ്റ്, സൈഡ് പ്ലീറ്റുള്ള പട്ടിയാല പാൻറ്റാണ്. സൈഡിൽ മാത്രമാണ് ഇതിൻ്റെ പ്ലീറ്റ്സ് ഉള്ളത്. ചില ആൾക്കാർ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടും, ചില ആൾക്കാർ അത്ര വേണ്ട. അതാകുമ്പോൾ കുറച്ച് ഉഷാറിലുള്ള ആൾക്ക് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുമ്പോൾ നല്ല തടി തോന്നിക്കും അരഭാഗം. അതുകൊണ്ട് ചില ആൾ ലൂസ് അത്യാവശ്യം കിട്ടുകയും ചെയ്യും. എന്നാൽ സൈഡിൽ മാത്രം ഇട്ടിട്ട് അധികം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ മെലിഞ്ഞവർക്കെല്ലാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്താൽ, ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നമുക്ക് ഈ പാൻറ്റിൻ്റെ തുണി ആദ്യം ഇത് 4 മടക്കാം. അപ്പോൾ ഇതിൻ്റെ ലൈൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില എനിക്കില്ല ഇതുപോലെ ലൈൻസ് ഉള്ള പാൻറ്റാണെങ്കിൽ അത് ആ ലൈന് കുത്തനെ വന്നിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. വിലങ്ങനെയാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിനെ നേരെ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ടോപ്പിനെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി മടക്കുന്ന പോലെ മടക്കണം. അതല്ല സാധാരണ ഇത് ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ സാധാരണ നമുക്ക് മടക്കിയാലും മതി. 4 ഭാഗമായിട്ട് മടക്കിയാലും മതി. അപ്പോൾ ഇത് ലൈൻസ് ഉള്ളതുകൊണ്ട് ഞാനിത് ഇതുപോലെ മടക്കുക. എല്ലാ ഭാഗവും കറക്റ്റ് ആക്കിയിട്ട് മടക്കിയിട്ട് നമുക്കിവിടെ ടേബിളിൽ വെച്ചു. അളവ് എന്ന് പറയുന്നത് 37.5 ഇഞ്ച് ലെങ്ത്ത്, 37.5 ഇഞ്ച് ലെങ്ത്തും 8 ലൂസുമാണ്. നമ്മളൊരു ബുക്കിലോ പേപ്പറിലോ ഇതുപോലെ തന്നെ എഴുതിയെടുക്കുക. അളവുകളെല്ലാം ആദ്യം നമുക്കൊന്ന് എഴുതിയെടുക്കാം. ഇതിൻ്റെ അളവുണ്ടായത് 37.5 8 കാലിൻ്റെ താഴെയുള്ള ലൂസാണ്. അതുപോലെ ഇത് സീറ്റിൻ്റെ ഞാനിവിടെ വരച്ചിട്ട് വേണ്ട, അത് ഈ സീറ്റ് മേലെയുള്ള സീറ്റിൻ്റെ വീതിയാണ് 23. അതിൻ്റെ നീളം സ്റ്റിച്ച് ചെയ്താൽ കിട്ടേണ്ടതാണ്. തുന്നത്തുണി നമ്മൾ അതിന് പുറമേ വെക്കണം. അതിൻ്റെ നീളം 7 ഇഞ്ച്, ഈ നടുഭാഗം വരുന്നത് 8 ഇഞ്ച്. അതുപോലെ തന്നെ നമ്മൾ ഈ തൊടഭാഗം വരുന്ന പ്ലീറ്റ് പറഞ്ഞില്ലേ, അവിടെ 20 ഇഞ്ചേ വേണ്ടു, 20ആണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കടലാസിൽ എഴുതിയിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നോക്കി അങ്ങ് ചെയ്താൽ മതി. ഇനി നമ്മൾ അളവെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ലെങ്ത്ത്, മടമ്പ് വരെയുള്ള ലെങ്ത്തും അതുപോലെ കാലിൻ്റെ ലൂസ് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. പിന്നെ ഒരു 21, 18, 19 ആ അളവിൽ, 17, 18, 19 ഉള്ള അളവിൽ സീറ്റിൻ്റെ അളവ് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 21, 22 അത്രേ വേണ്ടു. ഒരു 21, മാക്സിമം 21 മതി. 20, 21, 22 അല്ല ചെസ്റ്റും വേസ്റ്റും എല്ലാം ഉള്ളതാണ് ഞാൻ പറയുന്നത്. ചെസ്റ്റ് 21, 22 ആ ഒരു അളവിൽ വരുന്നവർക്ക് ഒരു 23, 24 ആ അളവിൽ വെക്കുക. അപ്പോൾ നന്ന ലോങ് ഉഷാറുള്ള ആൾക്ക് 25, 26 ആ അളവിലും വെക്കണം. 26, 27 മണ്ണുള്ള ആൾ 28, 29 ആ അളവിൽ. ആ ചെസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിന് കണക്കായിട്ട് നമ്മൾ സീറ്റിൻ്റെ അളവും കൂട്ടണം. കാരണം അരഭാഗമെല്ലാം കുറച്ച് കൂടുതൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം ഒന്ന് ലെങ്ത്ത് നമുക്ക് അളവ്, ലെങ്ത്ത് അളക്കുമ്പോൾ തന്നെ നമ്മൾ 37 മടക്കി. ചില ആൾക്കാർക്ക് കാലിൻ്റെ താവിന് ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിഫ് വെച്ചിട്ട് ഒരു കഷ്ണം വെച്ച് സ്റ്റിഫ് വെച്ച് അടിക്കലാണ്. ഇവർക്ക് അങ്ങനെ വേണ്ട, പാരൽ പാൻറ്റുള്ള പോലെ നമുക്കൊന്ന് മടക്കി അടിച്ചാൽ മതി എന്നാണ് ഇവരെ അളവിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് അങ്ങനെ മതി. അപ്പോൾ ഞാൻ അതുപോലെ ഇത് കട്ട് ചെയ്യുന്നു. 37 ഇവരെ ലെങ്ത്ത്. 37.5ക്ക് 38.5, 39.5 2 ഇഞ്ചാണ് സാധാരണ വേണ്ടുന്നത്. പക്ഷേ ഇവർക്ക് താവ് മടക്കി അടിക്കുന്നതുകൊണ്ട് 2.5 ഇഞ്ച് ഞാൻ അധികം വെക്കും. അപ്പോൾ തുണി നിങ്ങൾക്ക് അഥവാ ഇതിപ്പോൾ 39 തുണിയുള്ളൂ. അപ്പോൾ നമുക്ക് മേലോട്ട് ജോയിൻ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണം നമുക്ക് ഒന്നിക്കിൽ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം 37.5ക്ക് 39.5, 40 എടുക്കുന്നുണ്ട്. ഇത് 40ആണ് ഞാൻ അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 40 മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് സീറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് വേണ്ടുന്നത്. ആ 7 ഇഞ്ചിന് നമുക്ക് ഇവിടെ തുന്നത്തുണി മേലെ നാട അടിക്കാനും വേണം 1 ഇഞ്ച് 1.25 ഇഞ്ച് അധികം വെക്കണം. അതുപോലെ ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ സീറ്റ് പ്ലീറ്റിൻ്റെ അടുത്ത് അരഭാഗം ജോയിൻ്റ് ചെയ്യുന്നിടത്തും വേണം.
ബാൻഡ് ജോയിൻറ്റ് ചെയ്യുമല്ലോ പ്ലീറ്റ് ഇടാൻ വേണ്ടി, അവിടെ ഒരു അരയിഞ്ച് വേണം. അപ്പോൾ 7-ന് ഞാനൊരു 8.5 ഇഞ്ച് മതി. 8.5 ഇഞ്ച് വെച്ചിട്ട് നമുക്കിവിടെ അങ്ങത്തോളം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 ഇഞ്ച് പീസ് ഇടണം, കാരണം ഇത്രേ തുണിയുള്ളൂ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ തന്നെ ഇത് ഇവിടെ മടക്കിയിട്ടല്ലോ, ഇത് നിവർത്തി വെച്ചാൽ തന്നെ നമുക്കത് കണക്കാക്കാം. ഒരു 8.5 ഇഞ്ച് വെച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഒരേ ലെവലിലങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവർക്ക് ഈ ലൂസ് എന്ന് പറയുന്നത് 20 ഉണ്ട്, 20-ന് ഇത് 21 ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് കഷ്ണങ്ങളൊന്നും ഇടണ്ട. ഇനി നിങ്ങൾക്ക് അഥവാ ഇവിടെ എത്തുന്നില്ലെങ്കിൽ നമ്മൾ താഴേന്ന് ഈ സൈഡിലേക്ക് ചെരിച്ച് മുറിച്ച കഷ്ണം ഉണ്ടാവുമല്ലോ, താഴേന്ന് ഈ സൈഡിലേക്ക് ചെരിച്ച് മുറിച്ച കഷ്ണം എടുത്തിട്ട് തിരിച്ചങ്ങോട്ടേക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് അവിടെ എത്ര പ്ലീറ്റ് വേണോ അത്രയും പ്ലീറ്റിനുള്ള തുണി അവിടെ കിട്ടും. അപ്പോൾ ഇതിവിടെ നമുക്ക് നടുവിൻ്റെ അളവ് വരുന്നത് 8 ആണ്. 8-ന് ഒരു 9 വെക്കാം, 1/2 ഇഞ്ച് വെക്കാം. കാരണം തുന്നത്തുണി ഇവിടെയും വേണം ഇവിടെയും വേണം, സീറ്റ് ജോയിൻറ്റ് ചെയ്യുന്നിടത്തും വേണം. നമുക്ക് നടുവിൻ്റെ അടുത്ത് നമ്മൾ ഒന്ന് കയറി കൊടുക്കും. അപ്പോൾ അവിടെയും നമുക്ക് അരയിഞ്ച് വേണ്ടുന്നതുകൊണ്ട് അത് 8-ന് 9 ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് താവ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. എന്നാലും നമുക്ക് ഇവിടെ വേണ്ടുന്നത് 8 ആണ്. ആ 8-ന് നമുക്ക് 9 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് അധികം വേണ്ടു. സൈഡിൽ നമുക്ക് 8-ന് 9 മതി. ആ 9 വെച്ചിട്ട് നമ്മളിതാ ഇവിടുന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ ചെരിക്കാൻ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ടാപ്പ് ചെയ്ത ഈ പോയിൻ്റിൽ നിന്ന് ഈ നമ്മൾ ഈ ചെരിച്ചെടുത്തേക്ക് ടാപ്പ് ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് വെച്ചിട്ട് ഒന്ന് വരഞ്ഞെടുത്താൽ മതി. അതുപോലെ ഒന്ന് വരഞ്ഞെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളിത് കട്ട് ചെയ്തെടുത്ത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ പീസ് നിങ്ങൾക്ക് ഇവിടെ ലൂസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പീസിന് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നമുക്ക് വെച്ചതിനുണ്ട് ഇഷ്ടം പോലെ തുണിയുണ്ടാവും. അപ്പോൾ ആദ്യം ഇങ്ങനെ കണക്കാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരഞ്ഞെടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് അങ്ങനെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക, അത് ഇങ്ങോട്ടേക്ക് ചെരിച്ച് കൊടുക്കുക. നമുക്കിപ്പോൾ ഇത്രയും ലൂസ് വേണ്ടു, അതുകൊണ്ട് ഇങ്ങനെ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറിയൊരു കട്ടിട്ട് വെക്കാം. നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ നമുക്കിതായിരിക്കും എളുപ്പം. ഇതിൻ്റെ സീറ്റ് ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ മടക്കിയിട്ടല്ലേ ഉണ്ടായി. നമ്മൾ ആ വിലങ്ങനെ മുറിച്ചുകൊണ്ടാണ് അങ്ങനെ, അല്ല മറ്റേ മതിരെ മുറിച്ചിനെങ്കിലും നമുക്ക് ജോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിർത്തി വെച്ചിട്ട് നമ്മൾ ഇതിനെ നേരെ മടക്കിയിട്ട് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് 7 ഇഞ്ചല്ലേ ഇതിൻ്റെ സീറ്റ്, നമ്മൾ പറഞ്ഞ സീറ്റിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 7 ഇഞ്ചാണ് വേണ്ടുന്നത്. അപ്പം നമുക്കത് ഒരു 8.5 വെച്ചിട്ട് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് അധികം മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തിട്ട് അത് സ്ട്രെയിറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് നിവർത്തി വെച്ചിട്ട് ഇതാണ് ഇതിൻ്റെ സീറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം സീറ്റിൻ്റെ അളവ് 23 വേണ്ടുന്നത്. നമ്മളിത് അളന്ന് നോക്കാം. ഇത് 21 ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് 2.5 ഇഞ്ച് കൂട്ടണം, കാരണം ഇവിടെയും ജോയിൻ്റ് ഇടണം, ഇവിടെയും ജോയിൻ്റ് വരണം. അപ്പോൾ അളവിൽ 2.5 ഇഞ്ച്, ഒരു 3 ഇഞ്ച് തന്നെ നിങ്ങൾ കൂട്ടിയാലും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അളന്ന് നോക്കിയാലും മതി, എന്നിട്ട് കറക്റ്റാക്കിയാലും മതി. നമ്മൾ ഇത്തിരി അധികം എടുത്താലും പ്രശ്നമില്ല, കുറഞ്ഞു പോകാൻ പാടില്ല. കാരണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ സീറ്റ് ഭാഗമെല്ലാം പെട്ടെന്ന് നമ്മൾ ഇരിക്കുകയും കൊള്ളലും ചെയ്യുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് പിന്നിപ്പോവും, സ്റ്റിച്ച് ചെയ്തങ്ങ് ഇളകിപ്പോവും. ഇതുപോലെ നമ്മൾ ജോയിൻറ്റ് പീസ് ഇവിടെ വെച്ച് ഇതുപോലെ നമ്മൾ ജോയിൻറ്റ് പീസ് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ്റ് എല്ലാം ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. കട്ട് ചെയ്യാൻ സിമ്പിളാണ്, എളുപ്പത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഇന്നത്തെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.
2 മീറ്ററാണ് നമുക്ക് ഈ പാൻറ്റിന് വേണ്ടുന്നത്. ഇപ്പോൾ ചുരിദാറിൻ്റെ സെറ്റാണ് വരുന്നെങ്കിൽ എല്ലാവരും ആ പാൻറ്റ് കണക്കാക്കിയിട്ടുണ്ടാവും. എന്നാലും ചിലത് കുറവ് വരും, തുണി കുറവ് വരും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് അളന്നിട്ടെല്ലാം നോക്കണം. അങ്ങനെയെങ്കിൽ സൈഡിൽ ഇരുന്നിട്ടുള്ളതുപോലെ ജോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത പാർട്ടാക്കിയിട്ട് ഇടുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും കാണണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.